നമസ്കാരം. തൃശ്ശൂർ വീണ്ടും ചരിത്രത്തിലേക്ക് കയറുകയാണ്. 900 വോട്ടിനാണ്, 10,000 അല്ലല്ലോ, 900 വോട്ടിനാണ് പത്മജ വേണുഗോപാൽ കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയത്. അത് കോൺഗ്രസിൽ നിന്നിട്ടാണ്, പക്ഷേ 900 വോട്ടിനാണ് തോറ്റുപോയത്. ആ പത്മജ വേണുഗോപാൽ ഇപ്പോൾ ജയിക്കില്ലേ? തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുന്ന BJPയുടെ തിരുവനന്തപുരത്താണ് അവരിപ്പോൾ താമസിക്കുന്നത്. അവർ തൃശ്ശൂരിലേക്ക് യാത്ര പോയി കഴിഞ്ഞു. തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ കരുണാകരൻ്റെ തട്ടകമാണ് തൃശ്ശൂരും മാളയുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കരുണാകരൻ്റെ തട്ടകം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സുരേഷ് ഗോപി വലിയ വോട്ട് പിടിച്ചു ഇപ്രാവശ്യം. മൂന്നാമത്തെ കാര്യം, തൃശ്ശൂർ കോർപ്പറേഷനിലെ MC വർഗീസ് എന്ന് പറയുന്ന ചെയർമാനായിട്ടുള്ള, മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള, കോർപ്പറേഷൻ ചെയർമാനായിട്ടുള്ള, മേയറായിട്ടുള്ള MC വർഗീസ് BJPയിലേക്ക് അനുഭാവം കൊടുത്തിട്ടുണ്ട്. വലിയ സീറ്റിലാണ്, ഒരുപാട് സീറ്റുകളിലാണ് സുരേഷ് ഗോപി വോട്ട് പിടിച്ചത്. ഇപ്രാവശ്യം BJP ഒന്ന് തണുത്തെങ്കിലും, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തണുത്തെങ്കിലും വലിയ വോട്ട് അവിടെയുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയുടെ വോട്ടും പത്മജ വേണുഗോപാലിൻ്റെ വോട്ടും BJPക്ക് ഇപ്പോൾ സമൂഹത്തിലുള്ള ഒരു അംഗീകാരത്തിൻ്റെ വോട്ടും കൂടെ ആയാൽ വളരെ കൃത്യമായി പത്മജ വേണുഗോപാൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇനി അപ്പുറത്ത് ആരാണെന്ന് അറിഞ്ഞാൽ മതി. VS സുനിൽകുമാറാണോ, അതോ അനിൽ അക്കരയാണോ, അതോ മറ്റേതെങ്കിലും രാജനാണോ, ആരാണ് അപ്പുറത്ത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്തായാലും ആരപ്പുറത്തായാലും CPIക്ക് മറ്റൊരു ചെറിയ പ്രശ്നം കൂടി ഇപ്പോൾ കേൾക്കുന്നു. കനഗൊലു മോഡലിൽ ഒരു CPI ഗൊലുവിൻ്റെ ഒരു വേറൊരു കൊലുവിൻ്റെ ഒരു സർവേ വന്നു. ഒരു പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ CPI ഓഫീസിൽ നടത്തിയതാണ്. ആ ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് വന്ന 2 ഏജൻസികളുടെ ആ കൊലുകളുടെ അഭിപ്രായത്തിൽ 25 സീറ്റിൽ മത്സരിച്ച് 17 സീറ്റ് പിടിച്ച CPI ഇപ്പോൾ 9 സീറ്റിലേക്ക് പോകും. അങ്ങനെ 17-ൽ നിന്ന് 9-ലേക്ക് പോകുമ്പോൾ 8 സീറ്റ് കുറയും. ആ 8 സീറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം സീറ്റും ഏതാണ്? നമ്മുടെ തൃശ്ശൂരിലടക്കമുള്ള സീറ്റുകളാണ്. അപ്പോൾ തൃശ്ശൂരിൽ CPIക്ക് വലിയ സ്വാധീനമുള്ളൊരു ജില്ലയാണ്. CPIയുടെ ഒരുപാട് അച്യുതമേനോൻ അടക്കമുള്ള, രാജനടക്കമുള്ള, ഇപ്പോഴത്തെ രാജൻ, പഴയ രാജനും ഇപ്പോഴത്തെ രാജനും VV രാഘവനും അക്കാലത്തുള്ള വലിയ ഒരു പങ്കാളിത്തം CPIക്ക് കൊല്ലമൊക്കെ പോലെ കഴിഞ്ഞാൽ വലിയ ആൾക്കൂട്ടമുള്ള വലിയ ഒരു ജില്ലയാണ്. CPIക്ക് വലിയ പങ്കാളിത്തമുള്ള ജില്ലയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ CPIയുടെ സ്ഥാനാർത്ഥിയായിരിക്കും മത്സരിക്കുന്നത്. കോൺഗ്രസിന് ഇനി ആര് എന്ന് മാത്രമേ അറിയാനുള്ളൂ. സന്ദീപ് വാര്യർ കയറി മത്സരിക്കുമോ എന്നറിയില്ല. സന്ദീപ് വാര്യർ മത്സരിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. പത്മജ വേണുഗോപാലും സന്ദീപ് വാര്യരും CPIയുടെ നേതാവും കൂടെ ആകുമ്പോൾ വളരെ രസകരമായിരിക്കും. പക്ഷേ അതിന് സാധ്യതയില്ല. കോൺഗ്രസിൽ ആരാണ് എന്നറിയില്ല. മുരളീധരൻ എന്തായാലും തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മുരളീധരനല്ല, ഞാനീ പറഞ്ഞതുപോലെ അനിൽ അക്കരെ പോലുള്ള ആരെങ്കിലുമാണോ അവിടെ മത്സരിക്കുക എന്നറിയില്ല. പക്ഷെ ആര് മത്സരിച്ചാലും പത്മജ വേണുഗോപാലിൻ്റെ സമയം നല്ലതാണ് എന്നാണ് തോന്നുന്നത്. അവർ ജയിക്കുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിരവധി ആളുകളെയാണ് അവർ കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റി BJPയിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ CPMൽ നിന്നും ധാരാളം പേർ BJPയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, പാലക്കാട് മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനാണ്. തൃശ്ശൂരിൽ മത്സരിക്കുന്നത് പത്മജ വേണുഗോപാലാവുമ്പോൾ ആ ഒരു ബെൽറ്റ് വളരെ കൃത്യമായി BJPക്ക് കറക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു BJPക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയൊരു സ്ഥാനാർത്ഥിയാണ്. ഇവിടെ രസകരമായൊരു കാര്യം, കേരളത്തിലെ BJPയും രാജീവ് ചന്ദ്രശേഖരനും കേരളത്തിലെ സ്ഥാനാർത്ഥികളും, ഈ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനാകട്ടെ, നമ്മുടെ പത്മജ വേണുഗോപാലാകട്ടെ, K സുരേന്ദ്രനാകട്ടെ, ആരും ആയിക്കോട്ടെ, അവരൊക്കെ അവർക്കിഷ്ടമുള്ള കുറേ മണ്ഡലങ്ങൾ തിരക്കി പോകുമ്പോൾ നിങ്ങൾ അവിടെ നിന്നും പോണ്ട, ഞങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ മത്സരിക്കണമെന്ന് അമിത്ഷായും നിതിൻ ബബിനും സെൻട്രലിൽ നിന്നും ഡയറക്ഷൻ വരുന്നുണ്ട്. ഡയറക്ഷൻ വന്നാൽ വേറെ ഒന്നും ചെയ്യാനില്ല. K സുരേന്ദ്രൻ വട്ടിയൂർക്കാവിലേക്ക് വരുന്നു തിരുവനന്തപുരത്ത് എന്നായിരുന്നു വലിയ വാർത്ത. പക്ഷേ സുരേന്ദ്രനോട് പറഞ്ഞു മഞ്ചേശ്വരത്ത് തന്നെ മത്സരിക്കണം. അങ്ങനെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തേക്ക് പോയി. ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ 6 മണ്ഡലങ്ങളിൽ മത്സരിക്കാനായിട്ട് ഓടി നടന്നു. പക്ഷെ അപ്പോൾ ഡൽഹിയിൽ നിന്ന് പറഞ്ഞത് നിങ്ങൾ പാലക്കാട് മത്സരിച്ചാൽ മതി. റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് മത്സരിക്കുന്നു. പത്മജ വേണുഗോപാൽ വട്ടിയൂർക്കാവിലും പേര് കേട്ടതാണ് തിരുവനന്തപുരത്തെ. പക്ഷേ അവരോട് പറഞ്ഞു നിങ്ങൾ തൃശ്ശൂർ മത്സരിച്ചാൽ മതി. അങ്ങനെ A ക്ലാസ് മണ്ഡലങ്ങളായി മാറിയിട്ടുള്ള 10-30 മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരവും പാലക്കാടും തൃശ്ശൂരുമൊക്കെ വരുമ്പോൾ തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ വാർത്തയാകും. അവർ തോറ്റാലും ജയിച്ചാലും അവർക്കൊരു പൊളിറ്റിക്കൽ കരിയർ ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യം, ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ അവർ ലൈം ലൈറ്റിലേക്ക് വരും. അവർ ഒരു പക്ഷേ ഏതെങ്കിലും 10-5 വോട്ടിന് തോറ്റു പോയാലും പിന്നെ വരുന്ന സ്ഥാനമാനങ്ങളൊക്കെ
അവർക്കും കൂടി പങ്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഗവർണറായി പോലും ഭാവിയിൽ പത്മജ വേണുഗോപാലിനെ പോയാലും അത്ഭുതമില്ല. എന്തായാലും പത്മജ വേണുഗോപാൽ കേരളത്തിൽ പിന്നെ കേന്ദ്രമന്ത്രിയായാലും അത്ഭുതമില്ല. പല അത്ഭുതങ്ങളും സംഭവിക്കാം. കാരണം BJP ആണ് പാർട്ടി. അവർ പല ഞെട്ടിക്കൽ പ്രവർത്തനങ്ങളും പലപ്പോഴും ചെയ്തിട്ടുണ്ട്. എന്തായാലും പത്മജ വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ തോതിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ ജയിക്കുവാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. പക്ഷേ അത് BJPക്ക് അകത്ത് തന്നെ ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ BJPക്ക് അകത്ത് നിന്ന് ഗ്രൂപ്പ് പ്രവർത്തനവും പിന്നെ സംഘപരിവാറിൻ്റെ സഹായമില്ലാതെ അങ്ങനെയൊന്നും വന്നു പോകാതിരുന്നാൽ കുറേ സാധ്യതകളുണ്ട്. ഇപ്പുറത്തെ കാൻഡിഡേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം നാഭി ബന്ധം അല്ലെങ്കിൽ പൊക്കിൾക്കൊടി ബന്ധം ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. പത്മജ വേണുഗോപാലിൻ്റെ കാര്യത്തിൽ അച്ഛൻ ലീഡർ, കേരളത്തിലെ ഒരേ ഒരു ലീഡർ, എല്ലാവരും ലീഡർ എന്ന് വിളിക്കുന്ന കരുണാകരൻ്റെ സ്വന്തം മകളാണ്. അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാൽ രാഷ്ട്രീയത്തിലുണ്ട്. കോൺഗ്രസിൽ മത്സരിച്ചതാണ്. 900 വോട്ടിനാണ് അവർ പിറകിൽ പോയത്. അത് കാലുവാരിയതാണെന്ന് അവർ നന്നായി വിശ്വസിക്കുന്നു. അതുകൂടി കൊണ്ടാണ് അവർ കോൺഗ്രസിൽ നിന്ന് മാറിയത്. അല്ലെങ്കിൽ അവർ ജയിക്കുമായിരുന്നു. അത് മറ്റൊരു വിഭാഗം ആളുകൾ, കോൺഗ്രസിൻ്റെ തന്നെ ഒരു വിഭാഗം ആളുകൾ കാലുവാരിയത് കൊണ്ടാണ് വോട്ട് ചെയ്യാതിരിക്കുകയും വോട്ട് മറച്ചു ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അവർ തോറ്റുപോയത്. ഇപ്രാവശ്യം BJP ആകുമ്പോൾ അത്തരം സാധ്യതകൾ ഒന്നും കാണുന്നില്ല. തീർച്ചയായിട്ടും പിന്നെ പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളുമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. BJP അങ്ങനെ പല സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ, തിരുവനന്തപുരത്തൊരു ബെൽറ്റ്, ഒരു 4-5 മണ്ഡലങ്ങളിൽ ഒരു ബെൽറ്റ് ഉണ്ടാക്കുന്നതിൽ, ഒരു സോൺ ഉണ്ടാക്കുന്നതിൽ, അതുപോലെ തന്നെ പാലാ പൂഞ്ഞാറിൽ ഒരു സോൺ ഉണ്ടാക്കുന്നതിൽ, പല സ്ഥലങ്ങളിലും അവർ ഈ സോണുകൾ സൃഷ്ടിച്ചുകൊണ്ട് അടുത്തടുത്ത മണ്ഡലങ്ങളിൽ പ്രമുഖരായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ഒരു വളരെ ക്രിയേറ്റീവായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ അവർ ആരംഭിക്കുന്നു. NDA എറണാകുളത്ത് ഓഫീസ് തുറന്നിട്ടുണ്ട്. അത് സാബു ജേക്കബ് അടക്കമുള്ള കിറ്റക്സിൻ്റെ 2020 സാബു ജേക്കബ് അടക്കമുള്ള ആളുകൾ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ വലിയ തോതിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹൈപ്പിൽ കേരളത്തിൽ രക്ഷപ്പെടുന്ന ഒരു കാൻഡിഡേറ്റായി, ഒരു MLA ആയി പത്മജ വേണുഗോപാൽ വരുമോ? അങ്ങനെയാണെങ്കിൽ പാലക്കാട് നിന്ന് ശോഭാ സുരേന്ദ്രനും ഇപ്പുറത്തുനിന്ന് പത്മജ വേണുഗോപാലും വന്നാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. അല്ലെങ്കിലും 5 മുതൽ 10 സീറ്റ് വരെയെങ്കിലും കേരളത്തിൽ BJP ജയിക്കാനുള്ള സാധ്യതകളാണ് പലപ്പോഴും കാണുന്നത്. ആ 5-ലോ 10-ലോ തൃശ്ശൂർ വരുമോ എന്നുള്ളതാണ് തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും കൗതുകം.